അല്ലെങ്കിൽ മറ്റു മനുഷ്യർക്ക് നന്മ കൊടുക്കണമെങ്കിൽ, നന്മയുള്ള മനുഷ്യരായിട്ട് മാറണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന അനുഭവം, പിതാവ് സംസാരിക്കുന്ന അനുഭവം, ഇതിലൂടെ മനുഷ്യൻ കടന്നു പോകുകയെന്നതാണ്. അതുകൊണ്ട് ദൈവികമായ അനുഭവം അവനെ ഉണർത്തേണ്ടതെന്ന് പറയുന്നത് അവന്റെ ആന്തരികതയിൽ, അവന്റെ ആത്മീയതയിൽ. ആത്മീയത നഷ്ടപ്പെട്ടു പോകാതെ, കെട്ടുപോകാതെ സൂക്ഷിക്കണമെങ്കിൽ മനുഷ്യന് സുന്ദരമായ പ്രാർത്ഥനയുണ്ടാകണമെന്നതാണ്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ആ അത്ഭുതം എന്ന് പറയുന്നത് ദൈവം നമുക്ക് മുൻപിൽ ഒരു പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷകളെ നമുക്ക് പൂവണിയുവാനായിട്ട് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മിൽ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മിൽ ഒരു ദൗത്യം, ഒരു മിഷൻ എന്ന് പറയും. ശിഷ്യഗണത്തെ വിളിച്ചു, നിങ്ങൾ പോയി ഇന്നത് ചെയ്യുക. കുടുംബ ജീവിതത്തിലേക്ക് മനുഷ്യരെ ക്ഷണിച്ചു, കുടുംബത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ കുടുംബത്തെ ദൈവികമായ അനുഭവത്തിൽ വളർത്തുക. പൗരോഹിത്യത്തിലേക്ക് മനുഷ്യരെ വിളിച്ചു. ആ പൗരോഹിത്യത്തിന്റെ സിദ്ധനം എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രതീക്ഷയാണ്. എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക, സ്നേഹത്തോടു കൂടി അവരെ മേയിക്കുക. അങ്ങനെ ഓരോ വിളിയിലും ഒരു ദൗത്യമുണ്ട് എന്നതാണ്. ആ ദൗത്യത്തെ പൂവണിയുമ്പോൾ നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിന്റെ പ്രകാശമാണ്. നമ്മൾ പ്രാർത്ഥനയുടെ മുഖങ്ങളായിട്ട് മാറുന്നു, യേശുവിന്റെ തിരുഹൃദയമായിട്ട് നമ്മൾ രൂപപ്പെടുന്നു എന്നതാണ്. അവരുടെ അനുഗ്രഹത്തിനായി പ്രത്യേകമായിട്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രാർത്ഥന. സഹോദരൻ, എൻ്റെയും നിങ്ങളുടെയും പേരിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ കരുണയുടെ കടാക്ഷങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ അർപ്പണമാണ്.